അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിരുദ്ധാഹാരത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വിരുദ്ധാഹാരം ഒരുവിധം എല്ലാം ഈ പാല്, തൈര്, തേന് എന്നിങ്ങനത്തെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചുറ്റിപ്പറ്റിയാണ്. ഇപ്പോൾ തേനാണെങ്കിൽ ചൂടാക്കാൻ പാടില്ല എന്ന് പറയും. ഇതുപോലെ തന്നെ നമ്മൾ പറയാറില്ലേ, തൈര് നമ്മൾ കറികളിലൊക്കെ ഒഴിക്കുമ്പോൾ പുളിശ്ശേരി ആണെങ്കിലും തിള വരുന്നതിന് മുമ്പേ അണയ്ക്കണം. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ തന്നെ ചില പ്രത്യേക രുചികൾ കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ പരമാവധി വിരുദ്ധാഹാരമൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് തന്നെയായിരിക്കും നമ്മുടെ സംസ്കാരം കൂടിയാണ്. അത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതത്തിന് നല്ലത്. അത് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഏതായാലും അടുത്ത സെഗ്മെന്റ് പോകാം. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധിയായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ നമ്മുടെ ധനവർദ്ധനവിനായിട്ട് തിരുപ്പതി ക്ഷേത്രത്തിൽ പോകണം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ കടാക്ഷിച്ചാൽ ഒരുപാട് ഐശ്വര്യമുണ്ടാവും, ധനമുണ്ടാകും എന്നൊക്കെ. അപ്പോൾ തിരുപ്പതി ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് വിശദമാക്കാമോ? തിരുപ്പതി വെങ്കടേശ്വരൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അത് ലോകത്തിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനം വീഴുന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി വെങ്കടേശ്വരൻ. ആന്ധ്രയിൽ തിരുപ്പതിയിലാണ് സംഭവം. തിരുപ്പതിയിൽ തിരുമല എന്ന് പറയുന്ന, അതായത് തിരുപ്പതി എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ തിരുപ്പതിയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് 22 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് തിരുമല ദേവസ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ തിരുപ്പതിയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ധ്യാനനിരതനായി ഒരു മലമുകളിൽ ധ്യാനനിരതനായിരിക്കുന്ന സമയത്ത് അവിടെ രാജാസന്നിധിയിലുള്ള പാൽ കൊടുക്കേണ്ട ആൾ എന്നും പശുക്കളെയും കൊണ്ട് കാനനത്തിലേക്ക് മേച്ചു പോവുകയും അങ്ങനെ കാനനത്തിലേക്ക് മേച്ചു പോയി പശുക്കളെ തനിയെ മേയാൻ വിട്ട് ഇയാൾ എവിടെയെങ്കിലും വിശ്രമിക്കും. അങ്ങനെ വിശ്രമിച്ചിരുന്ന് പിന്നീട് വന്ന് രാജാവിന് കൊടുക്കേണ്ട പാല് കറക്കുന്ന സമയത്ത് വളരെ പാല് കുറവായിരുന്നു. അങ്ങനെ പാല് കുറവായി പല ദിവസങ്ങളിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സംശയമായി, ഈ പാലാരാണ് കട്ട് കുടിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് ആൾ അന്വേഷിച്ചു. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു അടുത്ത അവതാര ലക്ഷ്യത്തോടുകൂടി അവിടെ വന്ന് ധ്യാനനിരതനായിരിക്കുമ്പോൾ അങ്ങനെ ഭഗവാനിൽ ചെതൽപുറ്റ് മൂടുകയും അങ്ങനെ ഇരിക്കുന്ന ആ ചെതൽപുറ്റിലേക്ക് പശു ചെന്നിട്ട് അവിടെ പാല് ചുരത്തി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന് പാല് കൊടുത്തുകൊണ്ട് അതുകൊണ്ടാണ് പാല് കുറയുന്നത്. അപ്പോൾ അങ്ങനെ പാല് കുറയുമ്പോൾ കണ്ടുപിടിച്ചു ഈ സംഭവം എന്താണെന്നുള്ളത്. അതായത് രാജാവിന് പാല് കൊടുക്കേണ്ട ആൾക്ക് മനസ്സിലായി, ഈ ജോലിക്കാരന് മനസ്സിലായി ഇതാണ് പാല് കുറയാൻ കാരണം. അങ്ങനെ ആളവിടെ ചെന്നിട്ട് ഈ പുറ്റിലെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കമ്പിട്ട് കുത്തി നോക്കിയെന്ന് പറയാം. അപ്പോൾ അങ്ങനെ കമ്പിട്ട് കുത്തി കഴിഞ്ഞപ്പോൾ ദേവനെ അവിടെ പൊട്ടലേൽക്കുകയാണ് കണ്ണിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കണ്ണ് മൂടിക്കെട്ടിയ രൂപത്തിലാണ് ഭഗവാന്റെ ഒരു ദർശനം നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഭഗവാൻ ഈ രാജാവ് പ്രായശ്ചിത്തം ചെയ്യുകയും അങ്ങനെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കഥ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മഹാവിഷ്ണു വളരെ ധനത്തിന് ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടത്തിലാണ് ഈ വിവാഹം നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കുബേരനോട് ധനം വാങ്ങുകയും, അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പോലെ ധനം കടം വാങ്ങുകയും ഭക്തരിലൂടെ ആ പൈസ തിരിച്ചു തരാമെന്നുള്ളതാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഐതിഹ്യം എന്തായിരുന്നാലും അപ്പോൾ നമ്മൾ എല്ലാവരും തിരുപ്പതിയിൽ പോയി ഭഗവാന് കാണിക്കയിടുന്ന പൈസയെല്ലാം ഭഗവാൻ മുമ്പ് വാങ്ങിയ ധനം കടം തീർക്കുന്നതായിട്ടാണ് സങ്കല്പം. അതിനവിടെ ആ ഒരു ഹുണ്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു കുട്ടളം വെച്ചിട്ടുണ്ട് ഭഗവാന്റെ ഹുണ്ടിയായിട്ട്, ഇങ്ങനെ തുണി കൊണ്ടൊക്കെ കെട്ടി അതിങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ നിറയും. അങ്ങനെ ആകെ ഒരു ഭണ്ഡാരമുള്ളൂ, അതങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഭഗവാന്റെ വിശേഷം എങ്ങനെയായിരുന്നാലും അവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ തിരുപ്പതിയിൽ പോയിട്ട് ഭഗവാന് ഇപ്പോൾ ഒരു 5000 രൂപയാണ് നേർച്ചയിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു 5 ലക്ഷം രൂപയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതിലൊരു തർക്കമില്ല. കാരണം ഞങ്ങളിപ്പോൾ എല്ലാ വർഷത്തിലും ഏകദേശം ഒരു 10-15 വർഷമായിട്ട് കണ്ടിന്യൂഷനായിട്ട് എല്ലാ വർഷവും പോകും. അതേപോലെ പൈസ മാത്രം ഇട്ടാൽ പോരാ, അതും കൂടി ചിന്തിക്കണം. ഇവിടുന്ന് മലയാളികൾ പോയിട്ട് നമ്മളുടെ അടുത്ത് ചിലർ വന്നിട്ട് പറയാറുണ്ട് ഇങ്ങനെയൊന്നും അവിടെ കണ്ടിട്ടില്ല, അങ്ങനെയൊന്നും കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് പൈസ മാത്രം ഇട്ടാൽ പോരാ, ശരിക്ക് നമ്മൾ പോയിട്ട് നമ്മൾ ഭഗവാന് തല മുണ്ടനം ചെയ്ത് കൊടുക്കുകയും വേണം. ഇപ്പോഴേ ഇത് പൂർണ്ണമാവുള്ളൂ. കല്യാണക്കട്ടാന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കല്യാണക്കട്ടാന്ന് എഴുതുമ്പോൾ ഇവിടെ നിന്ന് ചെല്ലണവർ എഴുതിയത് എന്താ അവിടെ കല്യാണം കഴിക്കാൻ പോകണമെന്ന്. അപ്പോൾ കല്യാണക്കട്ടാന്ന് പറഞ്ഞാൽ മുടി പഠിക്കുന്നതിൻ്റെ ഒരു സങ്കല്പമായിട്ടാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഭഗവാന് നമ്മളുടെ തല മുണ്ടനം ചെയ്ത് കൊടുക്കുമ്പോൾ മുടി കൊടുത്തു കഴിയുമ്പോഴാണ് ഇത് പൂർണ്ണമാവുള്ളത്. മുടി പഠിച്ചു കൊടുക്കണം. ഇപ്പോൾ മലയാളികൾക്ക് പൊതുവെ തല മുട്ടയടിക്കാനൊക്കെ വളരെ മടിയുള്ള കൂട്ടത്തിലാണ്, സൗന്ദര്യം പോകുന്നുള്ള രീതിയിൽ. അതേസമയത്ത് ഈ നോർത്ത് ഇന്ത്യക്കാർ അല്ലെങ്കിൽ തമിഴന്മാരൊക്കെ വന്നിട്ട് നല്ല സുന്ദരികളായ യുവതികൾ വരെ തല മുണ്ടനം ചെയ്തിട്ട് പോവുള്ളൂ. അത് അവർക്ക് അടിയുറച്ച വിശ്വാസത്തിൽ അവർ വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഭഗവാന് തല മുണ്ടനം ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സൗന്ദര്യം ഭഗവാന് കൊടുക്കുക ചെയ്യുന്നത്.
അതിൻ്റെ പ്രതിഫലമാണ് ഭഗവാനാ തരുന്നത്. അപ്പോൾ അത് ഈ മലയാളീസിന് അറിഞ്ഞുകൂടാ ഇതെന്താ സംഭവിക്കുന്നതെന്ന്. നമ്മളുടെ സൗന്ദര്യം അല്ലെങ്കിൽ മുടിയെ അഴക് ഭാഗത്തിരിക്കുമ്പോൾ നമ്മളവിടെ ചെന്നിട്ട് നമ്മളുടെ തലമുണ്ടനം ചെയ്ത് ഭഗവാനെ സമർപ്പിക്കുമ്പോൾ ഈ തലമുണ്ടനം ചെയ്യുന്ന സമയത്തൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഞാൻ ഭഗവാനെ സമർപ്പിക്കുകയാണ് കാത്തുകൊള്ളണമെന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതേപോലെ ഭഗവാൻ നമുക്ക് തിരിച്ചിവിടെ ധനം തരും. അപ്പോൾ നമ്മളുടെ സൗന്ദര്യം ഭഗവാന് കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും കിട്ടും. അതേപോലെ ഇപ്പോൾ എത്ര രൂപ കണക്കാക്കി അവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 100 ഇരട്ടിയെങ്കിലും തിരികെ കിട്ടും. അതിലൊരു തർക്കമില്ല. ഭഗവാന്റെ ദർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദു ആയിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജനിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള ഒരു പക്ഷഭേദം തിരുപ്പതി വെങ്കടേശ്വരൻ്റെ നടയിലില്ല എന്നും കൂടി മനസ്സിലാക്കുക. ഏത് സമുദായത്തിലെ ഏത് ജാതിയിലുള്ളവർക്ക് വേണമെങ്കിലും ഇന്ത്യൻ പൗരൻ എന്നുള്ള തിരിച്ചറിയൽ കാർഡ് മാത്രം മതി, അവിടേക്ക് ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കിട്ടും. അതേപോലെ തുല്യതയിൽ തന്നെയാണ് കാണുന്നത്. VIP അങ്ങനെയുള്ളൊരു കണക്കില്ല. പിന്നെ അവിടെ ചെന്ന VIP ദർശനം നമുക്ക് കിട്ടും. 200 രൂപ 300 രൂപയുടെ ചീട്ടെടുത്താൽ മാത്രം മതി. അതെടുത്തിട്ട് പോയാൽ നമ്മൾ VIP ആയി കഴിഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഭഗവാന്റെ തിരുനടയിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരേപോലെയാവും. കുറേ യാത്രകൾ കുറച്ച് കിട്ടുമെന്നല്ലാതെ കണ്ട് ബാക്കി സംവിധാനങ്ങളെല്ലാം എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ തിരുനടയിൽ പോയി നമുക്ക് ദർശനം നടത്താം. പിന്നെ വേറെ പ്രത്യേകത, തിരുപ്പതിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത പലർക്കും അറിയില്ലാത്തൊരു കാര്യമുണ്ട്. ഭഗവാനെ ചെന്ന് ദർശനം നടത്തുമ്പോൾ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ആകെ നേരെ അങ്ങ് ചെന്ന് പോകുന്ന സമയത്ത് തന്നെ നേരെ ദർശനം കിട്ടിപ്പോവും. അവിടെ ചെന്നിട്ട് നിൽക്കാമെന്ന് വെച്ചാലും നടക്കില്ല, പിടിച്ച് മാറ്റിക്കളയും. പിന്നെ അതിന് ആ നേരെ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നോക്കിയാണ് പോകുന്നതെങ്കിൽ പൂർണ്ണമായി വലിയ രൂപത്തിലുള്ള വിഗ്രഹം അതിൻ്റെ രീതിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് ആ പോകുന്ന പോക്കി തന്നെ കണ്ട് ആ രീതിയെ പറ്റുള്ളൂ. 2ാം വട്ടം ദർശനോട് കിട്ടില്ല, അത്രയും ജനം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാൽ ക്ലൈമറ്റാണ് അവിടെ എപ്പോഴും. അതായത് നമുക്കൊരു വിനോദസഞ്ചാരത്തിന് പോകുന്നതിന് പകരമായിട്ട് ഭഗവാന്റെ നടയിലേക്ക് പോയാൽ മതി. അത്ര സുഖം കാലാവസ്ഥയാണ്. ഊട്ടി ക്ലൈമറ്റ് എന്താണോ അത് തന്നെയാണ് അവിടുത്തെ ക്ലൈമറ്റ്. പിന്നെ അവിടുത്തെ സൗകര്യങ്ങളെല്ലാം ദേവസ്ഥാനം ഒത്തിരി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് താമസ സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് തുച്ഛമായ 50 രൂപ 100 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കോട്ടേജുകളൊക്കെ അലോട്ട്മെൻ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതൊക്കെ നിസ്സാര പൈസയുള്ളൂ ഇതിനെല്ലാത്തിനും. നമ്മൾ വേറെ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്നതിനേക്കാളും വളരെ കണ്ണിനും കാതിനൊക്കെ വളരെ ഇമ്പമായ കാഴ്ചകളുണ്ട്. അതേപോലെ ഭഗവാന്റെ ഒരു അനുഗ്രഹമുണ്ട്. പിന്നെ ക്ലൈമറ്റും പിന്നെ യാത്രാ സൗകര്യം, അതുകൂടാതെ ജീവിക്കുന്നതിനുള്ള ഹോട്ടൽ, അങ്ങനെയുള്ള ഹോട്ടൽ എന്ന് പറഞ്ഞാൽ മുകളിലൊന്നും ഈ ദേവസ്വത്തിൻ്റെ അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ അതിനൊക്കെ തുച്ഛമായ റേറ്റേ ഉള്ളൂ. പക്ഷേ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ ഇതെല്ലാം കിട്ടുള്ളൂ. അല്ലാതെ അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞത് കേട്ട് ചാടി പുറപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവിടെ റോട്ടിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി, ദർശനം പോലും ഓൺലൈനിൽ എല്ലാം മുൻകൂട്ടി തന്നെ എടുക്കണം. ഒരു 60 ദിവസം മുമ്പെങ്കിലും ഓൺലൈനിൽ ശ്രമിച്ചാൽ മാത്രമേ ഇതെല്ലാം കിട്ടുകയുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ സുന്ദരമായ ദർശനമാണ്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ കൊടുക്കുന്നതിൻ്റെ ഇത് ഇരട്ടി നമുക്ക് തരുകയും ചെയ്യും. ഭഗവാനെ തൊഴുതിട്ട് പിന്നിലോട്ട് വരുമ്പോൾ ഏകദേശം ഒരു മൂലയ്ക്കായിട്ട് മുകളിൽ വിമാന വെങ്കടേശ്വരൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഷ്ഠയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ സ്വർണ്ണം കൊണ്ടുള്ള ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ മലയാളികൾക്കൊക്കെ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ അവിടെ ഇപ്പുറത്ത് കയറി നിന്നിട്ട് മുകളിലേക്ക് നോക്കി കൈ കൂപ്പുന്നുണ്ടാവും. എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇത് സ്ഥിരം പോകുന്നവർക്ക് മനസ്സിലാവും അവിടെ എന്തോ സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് അവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വിമാന വെങ്കടേശ്വരൻ്റെ രൂപം കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ഹുണ്ടിക ഒന്നുമില്ല, ആകെ ഒരു ഹുണ്ടിക ഉള്ളൂ. പിന്നെ ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് ലക്ഷ്മിയുടെ നടയുണ്ട്. ഈ ലക്ഷ്മിയുടെ നേരെയാണ് ഭഗവാന്റെ ഹുണ്ടിക വെച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഭഗവാന് അനുഗ്രഹിക്കാൻ ശക്തി കുറവുള്ളതിനാൽ ദേവിയാണ് അനുഗ്രഹിക്കുന്നത്. അതാണ് ദേവിയുടെ നേരെയാണ് ഹുണ്ടിക വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാന് എത്ര ധനം കൊടുക്കുന്നുവോ അത് ദേവിയാണ് കണക്കെടുക്കുന്നത്. ആ കണക്കെടുത്തിട്ടാണ് അതിൻ്റെ ഇരട്ടിയാണ് അല്ലെങ്കിൽ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടിയാണ് നമുക്ക് തരുന്നത്. ഇതുകൂടാതെ പലർക്കും പറ്റുന്നൊരു അബദ്ധമുണ്ട്. തിരുപ്പതി വെങ്കടേശ്വരൻ്റെ നടയിലൊക്കെ ദർശനം നടത്തും. ഇപ്പുറത്തേക്ക് കയറുമ്പോൾ ലെഫ്റ്റിലേക്ക് മുകളിലേക്ക് ആ ക്ഷേത്ര സമുച്ചയത്തിൽ തന്നെ ഒരു ചെറിയ കോമ്പൗണ്ട് തിരിച്ചിട്ടില്ല. അതിലേക്ക് മുകളിലേക്ക് കയറുമ്പോൾ അവിടെ നരസിംഹസ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ അവിടെ പൂജയും കാര്യമൊന്നുമില്ല, നമുക്കിങ്ങനെ പുറത്തുനിന്ന് തൊഴുവാം. അപ്പോൾ ഈ നരസിംഹത്തിൻ്റെ നടയിലേക്ക് ഒന്ന് നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാം. അതിൻ്റെ ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു തൂണിൻ്റെ അടുത്തും ആളുകൾ വട്ടം ചുറ്റുണ്ടാവും. അപ്പോൾ ആ തൂണിനും എന്തോ ഒരു ശക്തി ഉള്ളതുപോലെ അവിടെ ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. കാരണം തിരുപ്പതി ചെല്ലുമ്പോൾ ശബരിമലയിൽ അയ്യപ്പനെ കാണുമ്പോൾ വേറെ ഒന്നും വേണ്ടാന്നുള്ള പോലെ തന്നെയാണ് അവിടുത്തെ മറ്റുള്ള അത്ഭുതങ്ങളിലേക്കൊന്നും ആരും വിരൽ ചൂണ്ടാറില്ല. അപ്പോൾ ഇത് അവിടെ ചെന്നിട്ട് ഈ ഭഗവാന്റെ ഈ നരസിംഹത്തിൻ്റെ സൈഡ് ഇറങ്ങി ഇപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു കല്ലുണ്ട്. കല്ല് മുകളിലോട്ടല്ല താഴെ ഇങ്ങനെ പരത്തി വെച്ചേക്കാണ്. അപ്പോൾ ആ കല്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ കുറേ പേര് വട്ടം കൂടി നിൽക്കുന്നുണ്ടാവും. എപ്പോൾ ചെന്നാലും തിരക്കായിരിക്കും. അപ്പോൾ അതിൽ എല്ലാവരും കയറില്ല. അതായത് നമ്മൾ പറഞ്ഞ 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ 10 പേര് മാത്രമേ ഇപ്പുറത്തേക്ക് കയറുള്ളൂ. അവരെല്ലാം അതിൻ്റെ അടുത്ത് നിന്നിട്ട് വട്ടം കൂടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആകാംക്ഷയുള്ളവർക്ക് വേണമെങ്കിൽ അവിടെ ചെന്ന് ഇങ്ങനെ നോക്കാം. നോക്കിയാലും ആദ്യമായിട്ട് ചെല്ലുന്ന ഒരാൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം അവരിങ്ങനെ കൈവരൽ കൊണ്ട് വെറുതെ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കരുതുന്നത് കൈയിട്ട് വരയ്ക്കാമെന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണോ ആഗ്രഹം, നമ്മുടെ ആഗ്രഹം ആ കല്ലിൽ എഴുതാം. അപ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഉന്നത വിദ്യയ്ക്ക് എവിടം വരെ എത്തണമെന്നുണ്ടെങ്കിൽ ആ കല്ലിൽ എഴുതിയാൽ മതി. അത് അണിയിൽ കൊണ്ട് എഴുതണം. അതേപോലെ ഇപ്പോൾ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ആ
നമ്മുടെ ആഗ്രഹം ആ കല്ലിൽ എഴുതാം. അതൊരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ നമ്മുടെ ആഗ്രഹം ആ കല്ലിൽ എഴുതാം. അതായത് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കും അടുത്ത സ്റ്റേജിലേക്ക്, നമുക്ക് അടുത്ത ഉന്നതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ കല്ലിൽ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ദർശനത്തിന് മുമ്പ് അത് സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുന്ന മലയാളികൾക്ക് ഒരു 90% പേർക്ക് ഈ കല്ലിൻ്റെ സംഭവം അറിഞ്ഞുകൂടാ. കാരണം കല്ല് താത്തിയാണ് വെച്ചിരിക്കുന്നത്, മുകളിലേക്കല്ല. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആരും ഇങ്ങനെയുള്ള ഗൈഡൻസ് ഒന്നും പറഞ്ഞു തരാനൊന്നുമില്ല. നമ്മളിങ്ങനെ അറിഞ്ഞു കേട്ട് പോയാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണത എത്തുള്ളൂ. അപ്പോൾ ഈ കല്ലിൽ എഴുതാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സാരാംശം എന്ന് വെച്ചാൽ, ഞാനൊക്കെ പോകുമ്പോൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഈ ആളുകൾ ഇങ്ങനെ വട്ടം കൂടി നിൽക്കാൻ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് വരയ്ക്കണം കാണുന്നുണ്ട് എന്താണെന്ന്. അപ്പോൾ അടുത്തുനിന്ന് ഒരു തമിഴിനോട് ചോദിച്ചു, തമിഴിൽ ചോദിച്ചത് എന്താ കാണിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഈ സംഭവം നിങ്ങളുടെ ആഗ്രഹം എഴുതുന്ന ഒരു കല്ലാണ്, എന്തെഴുതിയാലും നിങ്ങൾക്ക് അടുത്ത വരവിന് മുമ്പ് അത് സാധിക്കും, അങ്ങനൊരു കല്ല്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഈ കൈവിരൽ കൊണ്ട് മാത്രമേ ഇത് എഴുതാൻ പാടുള്ളൂ, ഭഗവാന്റെ നേരെയാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു വളരെ വലിയൊരു അതിശയം കൂടി അവിടെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പോയി ഇപ്പോൾ നമുക്ക് MBBS അല്ലെങ്കിൽ IAS IPS അങ്ങനെ എന്തിൽ വേണമെങ്കിലും ശ്രമിക്കുന്നവർക്ക് പോയിട്ടും നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഭഗവാന്റെ ഒരു സഹായം, വേറെ ഒരു പൈസ പോലും ചിലവാക്കാതെ ഉള്ള ഒരു സഹായം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പൈസ ചിലവാക്കിയിട്ടാണ് അവിടെ ഇത് കിട്ടുന്നതെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. അവിടെ ചെന്നിട്ട് ഭഗവാനോട് നമ്മൾ നേരിട്ട് അപേക്ഷിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും പ്രയോജനപ്പെടുത്താം. ഇനി ഇതും ചോദിച്ചിട്ട് നമ്മൾ ഫോൺ വിളിച്ച് എന്താണെന്ന് ചോദിക്കേണ്ട. നരസിംഹത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്തോട്ട് കറങ്ങി വരുന്ന സമയത്ത് അവിടെ ഒത്തിരി പേരിങ്ങനെ വട്ടം കൂടി നിൽക്കുന്നുണ്ടാവും. ആ കല്ലിൽ അണിവിരൽ കൊണ്ട് മാത്രം നമ്മളുടെ ആഗ്രഹം എഴുതുക. ആർക്ക് വേണമെങ്കിലും അവിടെ പോയിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് തീർച്ചയായിട്ടും 1 വർഷം കഴിയുന്നതിന് മുമ്പേ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് ഭഗവാൻ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അതിശയങ്ങളെല്ലാം നമ്മളുടെ ക്ഷേത്ര സങ്കേതങ്ങളിൽ കൂടിയിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് കത്തുകളായി എഴുതുക. സംശയങ്ങൾ ദയവ് ചെയ്ത് ഫോൺ ചെയ്ത് ചോദിക്കാതിരിക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. നമ്മൾ കഴിക്കുന്ന പലതിലും വിരുദ്ധാഹാരമുണ്ട് എന്ന് മനസ്സിലപ്പോൾ ചീരയും എള്ളും, ഞാൻ ആലോചിക്കും ബർഗേഴ്സിലൊക്കെ ബണ്ണിൽ എള്ളുണ്ട്, സിസേമുണ്ട്, പിന്നെ ഉള്ളിലത്തെ ഫില്ലിങ്ങിൽ ലെറ്റൂസും ഒരു തരം ചീരയാണല്ലോ. അപ്പോൾ ഇതൊക്കെ വിരുദ്ധമല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പല ഡയറ്റ് കൺസംഷനിലും ചെറിയ ഒരു ഇൻകമ്പാറ്റബിൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ഫുഡ് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഏതായാലും നല്ലൊരു ഭക്ഷണക്രമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു നല്ല ജീവിതത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഭക്ഷണക്രമങ്ങൾ ഉണ്ടാകട്ടെ. പരമാവധി ഇങ്ങനെ വിരുദ്ധാഹാരങ്ങളൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫാസ്റ്റ് ഫുഡിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. വീട്ടിലെ ഭക്ഷണം ഇഷ്ടപ്പെടാൻ, സ്നേഹിക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും നമ്മൾ വിടവാങ്ങുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.